ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ക്യാരറ്റ് പുഡിങ്ങിൻ്റേതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിനായിട്ട് 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കുതിർത്താനായിട്ട് വെച്ച് കൊടുക്കാം. ഒരു ബൗളിലോട്ട് ചൈന ഗ്രാസ് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു അരക്കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തൊരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് അടച്ചു വെക്കാം. ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുള്ളത് 5 ക്യാരറ്റാണ്. 1/2 ലിറ്റർ പാൽ കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു വലിയ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മറ്റേ ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ക്യാരറ്റ് മാറ്റിയിട്ട് ബാക്കി 4 ക്യാരറ്റാണ് കേട്ടോ കട്ട് ചെയ്ത് കുക്കറിലിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഒരല്പം വെള്ളവും ഒരല്പം ഉപ്പും ചേർത്ത് കൊടുത്തൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള ക്യാരറ്റ് ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ടാണ്. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് സ്ലൈസറിലിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് കനം കുറച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതൊരു പാനിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര കൂടി പോകരുത്, ഒട്ടുന്ന പരുവത്തിലാവും. ഇനി ഈ പഞ്ചസാരയുടെ ഒക്കെ വെള്ളമൊന്ന് വറ്റി തുടങ്ങിയിട്ടൊന്ന് ഡ്രൈ ആവും കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ആ ക്യാരറ്റിൻ്റെ ആ പച്ചച്ചുവ ഉണ്ടല്ലോ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി പുഡിങ് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു 1/2 ലിറ്റർ പാലാണ് കേട്ടോ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്ലെയിം ഓൺ ആക്കുന്നതിൻ്റെ മുൻപേ ഇതിലോട്ട് പഞ്ചസാരയും മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് വേണം കേട്ടോ ഇത് ഫ്ലെയിം ഓൺ ചെയ്യാനായിട്ട്. ഇതിലോട്ട് ഞാനൊരല്പം പാൽ ഒരു ബൗളിലേക്ക് മാറ്റിയുന്നുണ്ട്. ഇത് ക്യാരറ്റ് അടിച്ചെടുക്കാനായിട്ടാണ്. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാരയും പിന്നെ ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡുമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് മാത്രം വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. ഈ പഞ്ചസാര ചേർക്കുകയാണെങ്കിലും മിൽക്ക് മെയ്ഡ് കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ടീസ്പൂൺ പാൽപ്പൊടിയാണ് കേട്ടോ. പാൽപ്പൊടി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടാണ് ഒരല്പം വെള്ളത്തിലൊന്ന് മിക്സ് ആക്കിയിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പാൽപ്പൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നല്ലൊരു ടേസ്റ്റാണ്. ഇനി പാല് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ ഞാൻ പാല് തിളക്കുന്ന സമയം കൊണ്ട് വേറൊരു അടുപ്പിൽ കേട്ടോ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാനും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ലോ ഫ്ലെയിം ആക്കിയിട്ട് വേണം കേട്ടോ ചൈന ഗ്രാസ് എപ്പോഴും മെൽറ്റാക്കി എടുക്കാനായിട്ട്. ഞാനപ്പോൾ ഇത് മെൽറ്റാക്കുന്ന സമയം കൊണ്ട് ഇടയ്ക്ക് പാലും ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ പാലിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബട്ടർ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതാ പാൽ ചെറുതായിട്ടൊന്ന് തിള വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് ഇനി ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് തിളച്ചിട്ട് പാൽ ഒരുപാട് തിളച്ച് കഴിഞ്ഞിട്ട് ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, അപ്പോൾ ഒന്ന് പിരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ തന്നെ നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം ലോ ഫ്ലെയിം ആക്കിയിട്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ഇതാ ഈ ക്യാരറ്റ് അടിച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ക്യാരറ്റ് അടിച്ചെടുത്തതിലോട്ട് ഒരല്പം പാലിൻ്റെ ഇതുണ്ടല്ലോ ഇത് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ആക്കുകയാണ്. ഇങ്ങനെ ചെയ്തെടുത്താൽ കട്ടകളൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ പാലിലോട്ട് മിക്സ് ആയി കിട്ടും കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ഈ എടുത്തത് ഒഴിച്ചു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പാൽ തിളച്ചിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഈ പിരിഞ്ഞു പോകുന്നത് കേട്ടോ. ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ഒരിക്കലും പിരിഞ്ഞു പോവില്ല. എന്നിട്ട് ഇത് മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്നും കൂടെ ചൂടാക്കി എടുത്താൽ മതി കേട്ടോ.
അപ്പോൾ ഞാനങ്ങനെ എടുത്തതാണ്. ഇത് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്ട്രെയിനറിലോട്ടൊന്ന് അരിച്ചെടുത്തിട്ടാണ് കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ക്യാരറ്റിൻ്റെ തരികളും അതുപോലെ ചൈന ഗ്രാസിൻ്റെ ഒക്കെ തരികളുണ്ടാവും. ഇതിൻ്റെ മുകളിലുള്ള ബബിൾസ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കോരി മാറ്റാം. ഈ ബബിൾസ് ഇങ്ങനെ മാറ്റാതിരുന്നാൽ ഇത് സെറ്റാവുന്ന സമയത്തല്ലേ ഇതിങ്ങനെ പൊങ്ങിക്കിടക്കും. അപ്പോൾ ബബിൾസ് ട്രെയിൽ ഒഴിച്ച ഉടനെ തന്നെ മാറ്റുന്നതാണ് കേട്ടോ നല്ലത്. അതൊരു കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ എടുക്കുന്നത്. നിങ്ങൾക്കിനിയിപ്പോൾ കൂടുതൽ പേരൊക്കെ ഗസ്റ്റായി വരുന്ന സമയത്ത് 2 ലിറ്റർ പാലും അതുപോലെ ഒരു 5 ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ വലിയ ട്രേയിലൊക്കെ ഒഴിച്ച് കൊടുത്ത് ഒരു 35 പേർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പുഡിങ്. ചെറിയ ക്യാരറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ 1/2 ലിറ്റർ പാലിലേക്ക് 5 എണ്ണം എടുത്തത്, 4 എണ്ണം എടുത്തത് ഒന്ന് ഗ്രേറ്റ് ചെയ്യാനും. വലിയ ക്യാരറ്റ് ആണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി 1/2 ലിറ്റർ പാലിന് കേട്ടോ. പിന്നെ ഗ്രേറ്റ് ചെയ്യാൻ ഒരു ക്യാരറ്റും എടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഈ ക്യാരറ്റ് വഴറ്റിയെടുത്തതുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ ഇതിലോട്ടൊരല്പം ചെറിയും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് വെച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതുപോലെ പുഡിങ് ഉണ്ടാക്കിയെടുത്താൽ. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, ക്യാരറ്റും പാലും ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനപ്പോൾ ഇതൊരു പകുതി സെറ്റായപ്പോഴത്തേനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ലവണ്ണം ഒന്നും കൂടെ സെറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടൊരു പുഡിംഗ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്